അച്ചായ നല്ല സൂപ്പർ പരിപാടിയായിരുന്നു ആണല്ലേ. നമ്മുടെ ക്ലബ്ബ് 4 വർഷമായിട്ട് ഉറങ്ങി കിടക്കായിരുന്നു. അച്ചായ വന്നപ്പോഴും ക്ലബ്ബ് ഒക്കെ ഉണർന്ന്. അതെ, മറ്റുള്ള ക്ലബ്ബുകാരുടെ മുന്നിൽ നമ്മുടെ ക്ലബ്ബ് ഉയർത്തിപ്പിടിക്കണമെന്ന് എപ്പോഴും അച്ചായന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് അച്ചായൻ അമേരിക്ക പോയി കഷ്ടപ്പെട്ട കാശ് വാരി വലിച്ചെറിയായിരുന്നു. അടിപൊളി ഘോഷയാത്ര, സൂപ്പർ മെഗാ ഷോ, ഘോഷയാത്ര എന്ന് പറയുമ്പോ നാട്ടുകാർക്ക് എന്നെ അഭിപ്രായം അറിയോ? കാര്യം അറിയോ? അതിന്റെ ഫ്രണ്ട് ഈ ചേച്ചിയും അച്ചായനും ഇങ്ങനെ അങ്ങ് നിന്നപ്പോ ശരിക്കും പറഞ്ഞ ആന തിടം പറ്റിയ ഒരു പ്രതീതിയായിരുന്നു. 2 പിണ്ണത്തിന്റെ കുറവുണ്ട്, അല്ല 2 ചെണ്ടക്കാരുടെ കുറവുണ്ടായിരുന്നു. ചെണ്ടക്കാരൻ അറേഞ്ച് ചെയ്യണ്ടായിരുന്നു. മിന്നുന്നുണ്ട്, കോട്ടാടി പൊളിയായിട്ടുണ്ട്. എന്റെ പൊന്നു മോനെ, നിനക്കറിയാമല്ലോ നീ വാ ജോണി, പണ്ട് ഈ ക്ലബിന്റെ വാർഷികം നടക്കുമ്പം അച്ചായന് പരിപാടി കാണാൻ വരാനായിട്ട് സ്വന്തമായിട്ട് ഇടാൻ നല്ലൊരു നിക്കർ പോലും ഇല്ലായിരുന്നു. അവസാനം അച്ചായൻ അമേരിക്കക്ക് പോയി. നിക്കറില്ലാതില്ല, ബിസിനസിന് വേണ്ടി പോയി. അങ്ങനെ ബിസിനസ് ചെയ്ത് അച്ചായൻ അമേരിക്ക സ്വന്തമായിട്ടൊരു നിക്കർ കമ്പനി തന്നെ അങ്ങ് തുടങ്ങി. ഇല്ലാത്ത സാധനത്തിന്റെ പ്രൊഡക്ഷൻ തുടങ്ങി. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അച്ചായൻ ഇന്ന് നിക്കർ ഇടാൻ സമയമില്ല. അതല്ലെന്ന്, അതുപോലെ തിരക്കല്ലേ ഇവിടെ വന്നിരിക്കുകയാണ്. എടാ ഇങ്ങോട്ട് കേറി വാടാ, ഇത് എന്ത് റെസ്റ്റ് എടുക്കാൻ വന്നാണ്? എടാ ഭക്ഷണമൊക്കെ കഴിക്കാം. നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ അമേരിക്കയിൽ ഇരിക്കുമ്പോൾ വാട്സാപ്പിൽ നീ മഹാബലിയുടെ ഒരു കിടിലെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നത്. ഇതായിരുന്നു മഹാബലി. ഘോഷയാത്രയിൽ മഹാബലിക്ക് ഒരു കൊഴുപ്പില്ലായിരുന്നു തോന്നലുണ്ടായി. ഫോട്ടോ അയച്ചു തന്നത്. അങ്ങനെ പറയരുത്. ഞാൻ പണ്ട് ഭയങ്കര വണ്ണമായിരുന്നു. വണ്ണം ഉണ്ടപ്പോ കറക്റ്റ് മഹാബലിയായിരുന്നു. അതിനിടക്കാണ് കൊറോണ വന്ന് പരിപാടിയുമില്ല, പട്ടിണിയുമായി, ക്ഷീണിച്ച് വശകേടുമായി. കലാകാരന്മാര് കൊറോണ വന്ന് ക്ഷയിച്ചെന്ന് കേട്ടിട്ടുണ്ട്. ഇതുപോലെയൊക്കെ ക്ഷയിക്കൂടാവേ. പക്ഷെ വാമനൻ, നീ അല്ലായിരുന്നു വാമനാകേണ്ടത്. അവൻ വാമനായിട്ട് ഇവൻ മഹാബലിയാകണായിരുന്നു. നീ ആയിരുന്നു മഹാബലി കറക്റ്റ്. ഞാൻ മഹാബലിയുടെ വേഷമൊന്നും ചെയ്യത്തില്ല. എന്നെ ചവിട്ടി താഴ്ത്താൻ ഞാൻ ആരെ അനുവദിക്കത്തില്ല. എനിക്ക് തല കറങ്ങണത്. എനിക്ക് 2 പൊറോട്ട ഇച്ചിരി ചാർന്നത് വിട്ടത്. കേരളം ഭരിച്ചൊരു മഹാനായ ചക്രവർത്തിയുടെ ഡ്രസ്സൂരുണ്ട് കരയുന്ന കണ്ടില്ല 2 പൊറോട്ടയും ചാറും കൊടുക്കാനായിട്ട്. എടാ ഇവിടെ ആവശ്യം പോലെ ഭക്ഷണം കരുതിരിക്കല്ലേ, ബൊഫേ അല്ലേ ബൊഫേ. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു 2 പീസ് കൂടുതൽ തരണം. എന്ത് ഈ ബൊഫേ ഞാൻ കഴിച്ചിട്ടില്ല. എടാ ബൊഫേ എന്ന് പറഞ്ഞ എന്നാന്നറിയാവോ? ഇങ്ങേറ്റം തൊട്ട് അങ്ങേറ്റം വരെ നിരനിരയായിട്ട് ഇങ്ങനെ ഭക്ഷണം കരുതി ഇങ്ങനെ വെക്കും. നമ്മുടെ ഇഷ്ടത്തിന് വാരി വലിച്ച് കഴിക്കുക, അതാണ് ബൊഫേ. അയ്യോ ഇത് മറ്റവനാ, മറ്റേ നമ്മുടെ മെഗാഷോയ്ക്ക് 1 മാസം ചെയ്യാൻ വന്നില്ലേ അവൻ. ഒരു മിനിറ്റ്. ഹലോ, രാജേ, നേരെ അച്ചായന്റെ വീട്ടിലോട്ട് പോരും കേട്ടോ. എടാ അച്ചായന്റെ വീടെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലബിന്റെ അവിടെ നിന്ന് ലൈറ്റ് ഇട്ട് വന്നേക്കണ കണ്ടോ? ആ ലൈറ്റ് ഇങ്ങനെ ലക്ഷ്യം വെച്ച് നിങ്ങൾ പോര്. അത് തീരുന്ന അച്ചായന്റെ വീട്ടിലാണ് കേട്ടോ. ഓക്കെ. എന്തായാലും അച്ചായ നിക്കർ കമ്പനി തുടങ്ങിയിട്ടാണെങ്കിലും നമ്മൾ ആഘോഷം അടിച്ചു പൊളിച്ച്. അതെ, ലിക്കറിന്റെ കാര്യം പറഞ്ഞപ്പോഴായി ലിക്കർ ഇരിക്കുന്നേ. ലിക്കർ മാത്രമല്ല, ഇഷ്ടം പോലെ ഫുഡും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അച്ഛമ്മേ, അച്ഛമ്മേ, എന്താ അച്ചായ? വാടി, എന്തൊക്കെയാ ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവരോടൊന്ന് പറ. ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, ചിക്കൻ ടിക്ക, ചിക്കൻ ചില്ലി, ചിക്കൻ ബാർബിക്യൂ, ചിക്കൻ കടായി. പിന്നെ കഴിച്ചില്ലേ ചിക്കൻ കേടാകുവേ. അച്ഛമ്മയുടെ ഈ കൈപുണ്യത്തിന് മുന്നിലാണ് ഞാൻ തോറ്റു പോണത്. അയ്യോ, ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല, സുഹാരി ഓർഡർ ചെയ്തതാണ്. അച്ചായ ശരിക്കും തോറ്റു. അച്ചായ ശരിക്കും എങ്ങനെയാണ് ഈ അച്ചാമ്മയെ കണ്ടെത്തിയത്? എന്റെ പൊന്നു മുത്തിനെ കണ്ടെത്തിയത് എങ്ങനെയാണെന്നോ? എടാ ഞങ്ങളൊരു ദാരിദ്ര്യ ഫാമിലി ആണല്ലോ. പക്ഷെ അച്ചാമ്മയ്ക്കൊന്നും വലിയ ഹൈ ഫാമിലി ആയിരുന്നു. അച്ചാമ്മയുടെ വീട്ടിൽ ഞങ്ങൾ കപ്പ ചെത്താൻ പോവായിരുന്നു. അങ്ങനെ കപ്പ ചെത്തി ഞാനും അച്ചാമ്മയും കൂടെ എങ്ങനെ ലൈനായി. പിന്നെ കോളേജിൽ ഇവളെ കാണാൻ എന്തായിരുന്നു തിരക്ക്. ഇവള് കോളേജ് വരുന്നതെന്ന് ഭയങ്കര അറ്റൻഡൻസ്. ഇവളില്ലേ കോളേജ് പ്രൊഫസർ പോലും അങ്ങോട്ട് വരാറില്ല. ഇതാണ് നമ്മുടെ നമസ്കാരം. ഞാൻ പ്രശസ്ത സിനിമ TV താരം. ഞാൻ ഈ TV സിനിമയൊന്നും കാണാറില്ല. സിനിമ കാണുന്ന 2.5 മണിക്കൂറുണ്ടെങ്കിൽ എനിക്ക് അമേരിക്കയിൽ 50 നിക്കർ തയ്ക്കാം. അച്ഛൻ TV സിനിമ കാണും. TV കണ്ടിട്ടുണ്ടോ നീ? രാജാക്കാട് രാജ്. ടിവിയിൽ ഏത് ഷോയാ? ടിവിയിൽ ഞാൻ കുരു കുരു കുക്കുരു കിങ്കറ് കിങ്കറ് ചിരി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമില്ലേ? അതിലാരുടെ കൂടെ
ചെയ്തേ? ഞാനും എന്റെ അമ്മമ്മ ദാക്ഷായണിയായിട്ട്. എന്നിട്ട് വല്ല കിട്ടിയായിരുന്നോ? ഇല്ല, കിട്ടുന്നതിന് മുമ്പ് ഞാൻ ഓടി രക്ഷപ്പെട്ടായിരുന്നു. അമ്മമ്മ അവിടെ നിപ്പുണ്ട് ഇപ്പോഴും. നിന്റെ എന്താന്ന് വെച്ചാൽ ഞാൻ ഫിഗർ ഷോ ആയിരുന്നു അച്ഛാ. ഈയുടെ പെർഫോമൻസ് എന്താന്ന് വെച്ചാൽ ഇവിടെ അങ്ങ് കാണിക്കും, ഞങ്ങൾ അങ്ങ് ആഘോഷിക്കാൻ പോരെ. ഇവിടെ കാണിക്കേ, ഇവിടെ ഫിഗർ ഷോ ചെയ്യാം. 1000 രൂപ പേയ്മെന്റ് പറഞ്ഞിട്ടുണ്ട് ഞാൻ. ആണല്ലോ. അല്ല, വേറെ പ്രശ്നമുണ്ട്. എന്റെ കൂടെ അഭിനയിക്കാന്ന് പറഞ്ഞ പെൺകുട്ടിയില്ലേ അവിടെ നിന്നാ, അവള് ഈ സമയം താമസം കൊണ്ട് അച്ഛൻ വിളിച്ച് വീട്ടിൽ വഴക്കുണ്ടാക്കി അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി. അതുകൊണ്ട് എനിക്ക് പേര് വേണം. അച്ഛമ്മയല്ലേ ഇരിക്കുന്നേ? അച്ഛമ്മ. പിന്നെ അച്ഛമ്മ എന്നാ കലാകാരിയാന്നറിയോ? പിന്നില്ലേ. അല്ല, ഞാനൊരു കാര്യം ചെയ്യട്ടെ, നമ്മളീ ചിലപ്പോ ഈ അഭിനയത്തിനിടയിലേ ഈ തൊട്ടും പിടിച്ചൊക്കെ സംസാരിക്കോ എന്റെ അഭിനയിക്കോ. പൊന്നു സഹോദര, അമേരിക്കയിലൊക്കെ ഹഗ് ചെയ്തതിനു ശേഷമാണ് ഞങ്ങൾ സ്നേഹം പങ്കിടുന്നത്. ആണോ? എന്നാ ആദ്യം ഹഗ്. അല്ല, സത്യം. അയ്യോ, എന്നാണ് അച്ഛമ്മക്ക് ഈ കഴിവിട്ട് നമ്മളത് ആദ്യമായിട്ടാണല്ലേ അറിയണത്. ഇനി വാ സന്തോഷേ. അച്ഛമ്മ പള്ളിയിൽ ഇവിടെ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചു. സത്യം പറയല്ലോ, 2 മാസം പള്ളി തന്നെ അടച്ചിട്ടു. പിന്നെ അതുപോലെ ആഘോഷിച്ചിരിക്കായിരുന്നു അവിടെ. സത്യം റെഡി, സത്യം റെഡി കേട്ടോ. സത്യം റെഡിയായെന്ന്. സത്യം റെഡിയായെന്ന്. സത്യം റെഡിയായി. സത്യനെ കാണാം. സത്യം വരട്ടെ. അല്ല, നിങ്ങൾ ഏതമ്മ അന്വേഷിക്കുന്നത്? നീ എന്റെ അമ്മയല്ലേ തിരക്കിയേ? എന്റെ അമ്മ വീട്ടിലുണ്ട്. നിന്റെ അമ്മ വീട്ടിൽ നിർത്തിയിട്ടാണോ ഇവിടെ വന്ന് അന്വേഷിക്കുന്നത്? അല്ല, ഞാൻ സത്യനെ കാണിച്ചതല്ലേ. സത്യമായിരുന്നാ? സത്യമായിട്ട് മനസ്സിലായില്ല കേട്ടോ. എടാ, ഒരു നല്ല കലാകാരൻ അവതരിപ്പിക്കും, നല്ലതായിട്ട് അവതരിപ്പിക്കുക. വേറെ ചെയ്യാ സത്യം. നീ വേറെ പോയി ചെയ്യ്. വേറെ എം എൻ നമ്പ്യാര്, കുഞ്ചൻ നമ്പ്യാരാ. അല്ല, അത് തെറ്റിക്കല്ലേ, എം എൻ നമ്പ്യാര്. എന്നാ പോയി ചെയ്യ, പോ. റെഡിയാവ്. ജോണി ഇനി വന്നേടാ. എന്തോ? എനിക്ക് ഇവന്റെ പെർഫോമൻസ് ഒന്നും കണ്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. അതിന്റെയൊക്കെ എന്നെ പൊക്കത്തെ അച്ചാമ്മയുടെ പെർഫോമൻസ്. പിന്നെ ശരിയല്ലേ, അച്ചാമ്മയുടെ ഒരു മോണാക്ട് ഉണ്ടായിരുന്നു കോളേജിൽ പഠിക്കുന്ന കാലത്ത്. ഒന്ന് കാണിച്ചിട്ട് ഇല്ല, ചേച്ചി കാണിച്ച്. നീ ഒന്ന് Please, please, please. ചേച്ചി, ഞങ്ങളുടെ request ആണ്, ഞങ്ങളുടെ request. അച്ചാമ്മ കാണിക്ക്, please. Please. കാണിക്ക് അച്ചാമ്മയുടെ മോണാക്ട്. ദീപം ദീപം ദീപം. സന്ധ്യവിളക്ക്. എന്റെ കുട്ടിയെ, ഇങ്ങനാണോ നിലവിളക്ക് കത്തിക്കുന്നത്? കൈയടിക്കടാ. സൂപ്പർ ആയിരുന്നു. രാഘവൻ ഭാഗ്യവാന സുന്ദരിയായ ഭാര്യ സൗദാമിനി, നിന്നെ ഞാൻ ഇന്ന് നശിപ്പിക്കും. 20 വർഷമായിട്ട് എന്റെ അച്ഛനെ വിചാരിച്ചിട്ട് എന്നെ നശിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അപ്പഴാ പിന്നെ നീ. അല്ല, ഞാൻ എം എൻ നമ്പ്യാരെ കാണിച്ചത്. എമ്മെന്ന പേരല്ല ആര് വന്നാലും എന്നെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇവനൊരു പരാജയമാണല്ലോ എന്റെ സന്തോഷം. നിന്റെ വേറെ വല്ലതും ഉണ്ട്, എടുത്തോണ്ട് വാ. കളം പിടിക്കുന്ന വല്ലതും ഉണ്ടോ നീ കൊണ്ടുപോവാ. ഇതിനും അച്ചാമ്മയുടെ പെർഫോമൻസ് തന്നെയാണ്. ഏത് പെർഫോമൻസ്? അച്ചാമ്മയുടെ ഇനി നമ്മുടെ മറ്റേ ഗ്രൂപ്പ് അല്ല, സിംഗിൾ സിംഗിൾ ഡാൻസ്. അപ്പൊ സിംഗിൾ കളിക്കോ? പിന്നെ സിംഗിള് ഏണെന്ന് പറഞ്ഞില്ലേ കളിക്ക്. ഓർമ്മയുണ്ടോ അച്ചാമ്മ വർഗീസിന് ഈ മുഖം? ഇല്ല. ഓർമ്മ കാണില്ല. എത്ര മുഖങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങി പോയതാണ്. അന്ന് ഞാൻ കണ്ണൂർ DYSP ഓൺ പ്രൊഫഷൻ നിശ ക്ലബിൽ ഉടുത്തിരുന്നതെല്ലാം വലിച്ചെറിഞ്ഞ് മുന്തിയ പണക്കാരുടെ മുമ്പിൽ നൃത്തം ചെയ്ത് നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടു. നിനക്ക് ഇങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിരുന്നു. ഇപ്പോഴും അതിന്റെ തെളിവുണ്ട്. ഈ നിശാ നൃത്തം നീ എവിടുന്ന് പഠിച്ചാന്ന് ഇപ്പൊ പറയടി. നീ ക്ലബിൽ നിന്ന് പഠിച്ചാണോ ഈ നിശാ നൃത്തം?
അവൻ സുരേഷ് ഗോപിയുടെ ഇത് ചെയ്തതാ. ജോണി ഇതാണോടാ സുരേഷ് ഗോപി? ഇല്ല ഞാൻ തോന്നിയത് അവന്റെ ഇതിൽ പറഞ്ഞാന്നോ, അവന്റെ ശബ്ദത്തിൽ പറഞ്ഞായിട്ടായിരിക്കും ആണല്ലേ? അച്ഛമ്മ ഇനി നീയായിട്ടൊരു ജീവിതമില്ല, ഡൈവോഴ്സ്. നിനക്ക് പോകാം, ഞാൻ അഡ്വക്കേറ്റിനെ റെഡിയാക്കി ഡൈവോഴ്സ്. അയ്യോ അച്ഛാ അങ്ങനെ പറയല്ലേ, ഒന്ന് പറഞ്ഞു കൊടുക്കണം. അവൻ സുരേഷ് ഗോപിനെ കാണിച്ചാടാ. നിങ്ങൾ ഇവിടെ പോയി ഡാൻസ് കളിച്ചിട്ട് വന്നിട്ട് ഞങ്ങളുടെ അച്ഛനോട് ഞങ്ങൾ പറയാൻ ഞങ്ങൾ പറയത്തില്ല. എന്റെ ദൈവമേ. ഇവിടെ ഘോഷയാത്രയും വേണ്ട, ഒന്നും വേണ്ട. ശ്ശോ, കുടുംബം തകർത്തിട്ട്. അല്ല ജോണിച്ചാ, പരിപാടി കഴിഞ്ഞ സ്ഥിതിക്ക് എന്റെ പേയ്മെന്റ്. എടാ ഇവിടെ ഇത്ര പ്രശ്നം നടക്കുന്ന നാട്ടിലെ ഇത് നിനക്ക് ഇതിന്റെ പേയ്മെന്റ് കൂടെ വേണോ? അല്ല ഞാൻ എന്റെ കുടുംബങ്ങളൊക്കെ നിനക്ക്